الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهون عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകൾ യഥാവിധം മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി അത് പാലിച്ച് അതിനനുസരിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ പൊരുത്തവും പ്രതിഫലവും ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല അമലുകളും കരുണാവാരിധിയായ റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അതിനൊക്കെ ധാരാളം പ്രതിഫലം നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. മനുഷ്യ സഹജമായ വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ്. അല്ലാഹു സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബീഉൽ അവ്വൽ മാസം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ധാരാളം ചരിത്ര സംഭവങ്ങളാണ്. നമ്മുടെ പല സന്ദർഭങ്ങളിലും സമയങ്ങളിലും പ്രവാചകനെ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിലും പ്രവാചകന്റെ പാതയിൽ തന്നെ നമ്മൾ അടിയുറച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും റബീഉൽ അവ്വൽ മാസത്തിൽ സവിശേഷമായി ധാരാളം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കാറുണ്ട്. പ്രവാചകൻ
ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹിസ്റ്ററികൾ നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി വരുന്നവരാണ്. ഏത് സമയത്താണ് മുഹമ്മദ് എന്ന് പറയുന്ന അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായ ഒരു മനുഷ്യൻ നുബുവത്ത് കിട്ടുന്നത്, പ്രവാചകനാവുന്നത്, പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെ എന്ന് മാത്രമല്ല, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സമകാലിക ലോകവുമായി പ്രവാചക ദൗത്യത്തിന് എന്ത് പ്രാധാന്യവും പ്രസക്തിയുമാണുള്ളത്, പ്രവാചകൻ പ്രബോധനം ചെയ്ത സാമൂഹിക ചുറ്റുപാട്, ആ സാമൂഹിക ചുറ്റുപാടിൽ പ്രവാചകൻ എങ്ങനെയാണ് തസ്കിയത്ത് നൽകിയത്, തർബിയത്ത് നൽകിയത്, ദഅവത്ത് നടത്തിയത്, എങ്ങനെയാണ് ജീവിച്ചത്, അത്തരമൊരു സമുദായവും സമൂഹവും നമ്മുടെ ചുറ്റിലും ഉണ്ടെങ്കിൽ തന്നെ പ്രവാചകൻ വരില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. ഇനിയൊരു പ്രവാചകൻ വരാത്തില്ലാത്ത ഒരു പൂർണ്ണ വിശ്വാസമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പ്രവാചക ദൗത്യം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം സമകാലിക സംഭവങ്ങൾ. നമ്മളിപ്പോ ഒരു സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നാളെ ഓഗസ്റ്റ് 15 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് ഈ രാജ്യം ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തമാകുന്നത്. മുസ്ലിം മുൻഗാമികളായ ആളുകൾ, പണ്ഡിതന്മാർ, മുസ്ലിം സ്വാതന്ത്ര്യ സേനാനികൾ, നായകന്മാർ, സാമൂഹിക രാഷ്ട്രീയക്കാരായിട്ടുള്ള പ്രമുഖരായ ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യ രാജ്യത്തുമൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യം, അതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വാതന്ത്ര്യം നേടിയെടുത്ത അതിന്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകളും കൂടി നമ്മളിലേക്ക് ധാരാളമായി കടന്നു വരുന്നത്. മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നജാഷിയുടെ, അബിസീനിയൻ ചക്രവർത്തിയായ നജാഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അബിസീനിയൻ ചക്രവർത്തിയുടെ മുമ്പിൽ ഞങ്ങൾ ആരായിരുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം, ഒരു സംസാരം നടത്തി. അവിടുന്ന് പറഞ്ഞു, അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ്യ, ഞങ്ങൾ അഹ്ലി ജാഹിലിയത്തിന്റെ ആളുകളായിരുന്നു. വിശേഷിപ്പിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. റസൂലുള്ള കടന്നു വരുന്നതിന്റെ മുമ്പുള്ള ഒരു മക്കയിലെ സംസ്കാരം എങ്ങനെയായിരുന്നു, മക്കയിലെ ധാർമ്മിക ബോധം എങ്ങനെയായിരുന്നു, മക്കയിലെ അനുഷ്ഠാനങ്ങൾ എങ്ങനെയായിരുന്നു, മക്കയിലെ ആചാരങ്ങൾ എങ്ങനെയായിരുന്നു, മക്കയിലെ ഒരു ജീവിത വ്യവസ്ഥ എങ്ങനെയായിരുന്നു, മക്കയിലെ രാഷ്ട്രീയ ബോധം എങ്ങനെയായിരുന്നു, മക്കൻ നിവാസികൾ എങ്ങനെയാണ് ജീവിച്ചത്, ഇതിനെ മൊത്തത്തിൽ അബൂ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ച കാര്യമാണ്. ഞങ്ങൾ ജാഹിലിയത്തിന്റെ ആളുകളായിരുന്നു. നഅ്ബുദുൽ അസ്നാം, അതിൽ ഞങ്ങൾ ബിംബങ്ങൾ ആരാധിച്ചിരുന്നു. ബിംബങ്ങൾ ആരാധിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉംറ നിർവഹിച്ചിരുന്നു, ഹജ്ജ് നിർവഹിച്ചിരുന്നു, കഅബയെ തവാഫ് ചെയ്തിരുന്നു. കാരണം ഇത് പരമ്പരമായിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഇടയിൽ 700 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പണിതത് മുതലും ഇബ്രാഹിം അലൈഹിസ്സലാം കഅബയിലേക്ക് ആളുകളെ ക്ഷണിച്ചത് മുതൽ തന്നെ ആളുകൾ വന്ന് അവരുടെ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ച് അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ കഅബ, മക്ക എന്ന് പറയുന്ന പ്രദേശം. അവിടെ ഞങ്ങൾ ബിംബങ്ങൾ ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ വനഅകുലു മയ്യിത്ത, ഞങ്ങൾ മയ്യത്ത് ഭക്ഷിച്ചിരുന്നു. വേറൊരു സംസ്കാരത്തെയാണ് ഈ പറയുന്നത്. മാത്രമല്ല ഞങ്ങൾക്ക് ചുറ്റും ഫവാഹിഷുകൾ നന്നായിട്ട് കൊണ്ടാടപ്പെട്ടിരുന്നു. വ്യഭിചാരങ്ങളും കള്ളും മദിരാശി എന്ന് ജീവിതത്തിന്റെ ധാർമ്മികമായിട്ട് ഒരു മനുഷ്യന് എത്ര അധപതിക്കുവാൻ പറ്റുമോ അത്രയും ഞങ്ങൾ അധപതിച്ചിരുന്നു. ഞങ്ങൾ മാത്രമല്ല, കുഞ്ഞുങ്ങളെ ഞങ്ങൾ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്നു. ഞങ്ങൾക്കിടയിൽ മാനുഷികമായ എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ അറുത്തുമാറ്റിയിരുന്നു. ഞങ്ങൾ ചെറിയ കാരണങ്ങളുടെ പേരിൽ തന്നെ ദീർഘകാലത്തോളം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു.
യുദ്ധം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പം എന്തിനാണ് ഈ യുദ്ധം ആരംഭിച്ചത് എന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തം ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തില് കവി ശക്തരായ ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലരായ ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രിവിലേജ് ഉള്ള ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ മേധാവിത്വമുള്ള ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഭരണത്തിൽ അധികാരത്തിലുള്ള ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ കൈകാര്യകർത്താക്കളായ ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ ദുർബലരായ ആളുകളെ അധിനിവേശം ചെയ്തിരുന്നു, കീഴടക്കിയിരുന്നു. അവര് പറയുന്നതായിരുന്നു നീതി, അവര് പറയുന്നതായിരുന്നു ന്യായം, അവര് പറയുന്നതായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ നടപ്പിലാകേണ്ടത്. ഞങ്ങളൊരു വിയോജിപ്പ് പറഞ്ഞാൽ ഞങ്ങൾ ഇല്ലാതാണ്. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാഷിയോട് പറഞ്ഞപ്പോൾ നജാഷി പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം, ഒരു പ്രവാചകൻ വരും എന്നുള്ള വിവരം ഞങ്ങളുടെ തന്നെ ഗ്രന്ഥത്തിൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ തന്നെ ഗ്രന്ഥത്തിൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഉയർന്ന ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ അധികാരമുള്ള ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ വൈഫുകളായ ദുർബലരായ മനുഷ്യർ അധിനിവേശം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഞങ്ങൾക്ക് അന്തസ്സ് നൽകി, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി, ഞങ്ങൾ മനുഷ്യാവകാശം പഠിപ്പിച്ചു, ഞങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, മനുഷ്യരെ ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ് എന്ന് പഠിപ്പിച്ചേക്കല്ല, യാഥാർത്ഥ്യത്തോട് കൂടിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ അത് വെച്ചു. ഈ നജാഷി മരണപ്പെട്ടപ്പോഴാണ് റസൂലിന്റെ ചരിത്രത്തിൽ വായിബായ മയ്യത്തിന് ഒരു ഒറ്റ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അത് നജാഷിക്ക് വേണ്ടിയിട്ടാണ്, അബിസീനിയൻ ചക്രവർത്തിയായ നജാഷിക്ക് വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് കേട്ടപ്പം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ മയ്യത്ത് മുമ്പിലില്ലാതെ റസൂൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിച്ചു. ഇപ്പൊ ഞാൻ ഈ ചരിത്ര സംഭവം പറഞ്ഞത്, ഇത് ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയല്ലോ, സ്വാതന്ത്ര്യം ജന്മാവകാശമാണ്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജന്മാവകാശമാണ്. നമ്മളെ പരീക്ഷയിൽ കുട്ടികളോട് ഇത് വാക്കാട്ടാന്ന് ചോദിച്ചാൽ കുട്ടികൾ ബാലഗംഗാധര തിലകൻ എന്ന് എഴുതി. പക്ഷെ ഇതിന് മുമ്പ് ഇത് ജന്മസിദ്ധവും ദൈവികമായ ഒന്നുമാണ് സ്വാതന്ത്ര്യം. നിങ്ങളെ സ്വതന്ത്രരായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പടച്ചത്. ഇതിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്താ, അതിന്റെ ഒരു വിശദീകരണം എന്താ? ആളുകൾക്ക് തുല്യത ഉണ്ടാവണം, ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും അവർക്കനുസരിച്ച് കൊണ്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റണം, ഒരാളും അയാളുടെ കീഴടക്കാൻ പാടില്ല, നീതി ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം, ജനാധിപത്യമായ ഒരു പ്രക്രിയ ഉണ്ടാവണം, ഒരു വ്യവസ്ഥ ഉണ്ടാവണം. ഇവര് ഭരണാധികാരികളും അധികാരി വർഗങ്ങൾക്കും ഒരു വലിയ മേൽക്കൈ ഉണ്ടാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയായ സമയത്ത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ ഗവർണറായ ഒരു സന്ദർഭം. അന്ന് ഈജിപ്തിൽ അദ്ദേഹത്തിന്റെ മകൻ, ഗവർണറുടെ മകൻ മുഹമ്മദും ഈജിപ്തിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യരും കിബിത്തിയായ സാധാരണക്കാര മനുഷ്യരും ഒരു കുതിരപ്പന്തയം വെച്ചു. ഗവർണറുടെ മകൻ മുഹമ്മദിനെ ഈ സാധാരണക്കാരായ മനുഷ്യൻ തോൽപ്പിച്ചു. തോറ്റ ഈറോണ്ട്, വൈരാഗ്യം കൊണ്ട്, ദേഷ്യം കൊണ്ട് അദ്ദേഹം ഈ ഗവർണറുടെ മകൻ മുഹമ്മദ് ഈ സാധാരണ മനുഷ്യനെ അടിച്ചു. ഈജിപ്തിൽ നിന്ന് അദ്ദേഹം മദീനയിലെത്തി. ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടു, പരാതി പറഞ്ഞു, നിങ്ങളുടെ ഈജിപ്തിന്റെ ഗവർണർ അംർ ബിൻ ആസിന്റെ മകൻ മുഹമ്മദ് ഞങ്ങൾ നടത്തിയ ഓട്ടപ്പന്തയത്തിൽ, കുതിരപ്പന്തയത്തിൽ എന്നിൽ നിന്ന് തോൽവി നേരിട്ടതിന്റെ പേരിൽ പരസ്യമായിട്ട് എന്നെ അധിക്ഷേപിച്ചു, അടിച്ചു, മുഖത്തടിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട് വരാൻ പറഞ്ഞു, മകനെയും കൂട്ടാൻ പറഞ്ഞു, അദ്ദേഹത്തോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഈ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. മനുഷ്യന്മാര് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, ചിലര് ദുർബലരായ മനുഷ്യരും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു കാണുമ്പോൾ റസൂലുള്ളാഹി പറയുന്നത്, രണ്ടാളി പടച്ചത് അല്ലാഹ് തന്നെയാണല്ലോ, ഇതിപ്പോ ഇങ്ങനെ സംഭവിച്ചത്, അത്രക്കും യോഗ്യൻ, അത്രക്കും സമർത്ഥൻ, ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഭംഗിയോടുകൂടി ചെയ്യുന്ന ഒരാൾ, അത്രയും സമർത്ഥനായ ഒരു മനുഷ്യൻ, അത്രയും സമർത്ഥനായ ഒരു മനുഷ്യൻ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ്, ഈ സാധാരണക്കാരായ മനുഷ്യന്റെ കയ്യിൽ ചാട്ടവാർ കൊടുക്കാൻ പറഞ്ഞു, അടിക്ക് മുഹമ്മദിനെ. അടിച്ചിട്ട് ചാട്ടവാർ വീണ്ടും പറഞ്ഞിട്ട് പറഞ്ഞ്, നീ ആ മുഹമ്മദിന്റെ അടി നിർത്തിയിട്ട് നീ വാപ്പാന്റെ കഷണ്ടി തലക്കടിക്കുക. അങ്ങനെ തന്നെയാണ് അറബിയിൽ. ഇത് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഈ കഷണ്ടി ഗവർണർ ഉണ്ടല്ലോ, ഈജിപ്തിന്റെ ഗവർണറെ അടിച്ചു.
എന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മതസ്തഅ്ബദതും നാസ്, എപ്പോഴാണോ ഈ മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയത്? എപ്പോഴാ മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയത്? വഖദ് വലത്തുഹും ഉമ്മഹാത്തുഹും അഹ്റാർ, അവരുടെ അമ്മ അവരെ സ്വതന്ത്രത്തോട് കൂടിയിട്ടല്ലേ പ്രസവിച്ചത്. ഈ ആരാ അവരെങ്ങനെ അടിമകളാക്കുക? നിന്നിൽ ഏൽപ്പിക്കപ്പെട്ട അധികാരത്തിന്റെ പുങ്കുകൊണ്ടാണ് നിന്റെ മകൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അടിച്ചത്, സാധാരണക്കാരായ ഒരു മനുഷ്യനെ അടിച്ചത്. ആലോചിച്ച് നോക്കുമ്പോൾ ഈ ദർശനം, ഈ ഇസ്ലാം, ഇതാണ് ഇസ്ലാമിന്റെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന സന്തുലിതത്വം എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന നീതി എന്ന് പറയുന്നത്. ഇതിന് തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറയേണ്ടതും നമ്മൾ ധാരാളമായിട്ട് പ്രചരിപ്പിക്കേണ്ടതുമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥയും നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ പറയല്ലോ, രാജ്യം ജനാധിപത്യ രാജ്യമാണ്, രാജ്യം സെക്യുലറിസ്റ്റ് രാജ്യമാണ്. എന്താ സെക്യുലറിസ്റ്റ് രാജ്യം എന്ന് പറഞ്ഞാൽ? ലോകത്തെ സെക്യുലർ ആശ്രയമല്ല ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത്. ഏത് ആളുകൾക്കും ഏത് മതവും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതനിഷേധിയാവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ദൈവ നാസ്തികനാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ദൈവനിഷേധം പുലർത്താനുള്ള സ്വാതന്ത്ര്യം, ഏത് മതവും അയാൾക്ക് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? അഭിപ്രായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അഭിപ്രായങ്ങൾ. അങ്ങനെയല്ല നമ്മുടെ തെരഞ്ഞെടുപ്പ്. ലോകത്തെ തന്നെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഏറ്റവും പവറുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തു, നമ്മളത് സ്മരിക്കുന്നു, അത് ആഘോഷിക്കുന്നു, അത് പായസം കുടിക്കുന്നു, അതിനെക്കുറിച്ച് പറയുന്നു, അതിന്റെ ചരിത്രങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നു. അതേസമയം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒന്നുമുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു രാജ്യത്ത്, ആ രാജ്യത്ത് സാധാരണഗതിയിൽ കവിഞ്ഞു നിൽക്കേണ്ടുന്ന നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമവും ഒരു വ്യവസ്ഥയും വരിക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഇസ്ലാം തന്നെ ഫലപ്രയോഗം നടത്തിയിട്ടില്ലല്ലോ. ഇസ്ലാം തന്നെ മനോഹരമായിട്ട് അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. നിങ്ങൾക്ക് ഒരു വഴി അല്ലാഹ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ ഇമ്മാ ശാക്കിറൻ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വഴി നന്ദിയോടുകൂടിയിട്ട് ഓർത്ത് നിങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് മാറാം, വ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്ദി കെട്ടവരാവാം. ഇന്നൊരു ജനാധിപത്യ ഒരു സർഗാത്മകമായ അവതരണമാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഇതാണ് ജനാധിപത്യത്തിന്റെ അവകാശം എന്ന് പറയുന്നത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിങ്ങൾ ഫലപ്രയോഗം നടത്തുക. ആളുകളെ നിർബന്ധിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് കൂട്ടരുത്. നിങ്ങൾക്ക് ആളുകൾക്ക് ബുദ്ധിയോട് സംസാരിക്കണം. മതം മാറ്റല്ല വേണ്ടത്, മനം മാറ്റാണ് വേണ്ടത്. മതം മാറ്റലല്ല, മനം മാറ്റിയെടുക്കണം. അതിനൊരു നിർബന്ധതയില്ല. ഒരാളെങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് പ്രലോഭിച്ചിട്ടും നിർബന്ധിച്ചിട്ടും ആക്രമിച്ചിട്ടും യുദ്ധം ചെയ്തിട്ടും മതം മാറ്റല്ല വേണ്ടത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, നിങ്ങൾക്ക് എന്തില്ല, ബലപ്രയോഗമില്ല. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം, നിങ്ങളെ ഇത് ബലാഗുൽ മുബീൻ, വ്യക്തമായ എത്തിക്കലല്ലാതെ ഇതിലെ വേറൊരു ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. ഈ ദീനിനെ വ്യക്തമായിട്ട് എത്തിക്കുക എന്നല്ലാതെ വേറൊരു ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഈ സത്യധീർ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ അവൻ അതിൽ വിശ്വസിക്കട്ടെ. ഇനി ഒരാൾക്ക് തോന്നുകയാണ് എന്റെ ചോയ്സ് ഇതിൽ വിശ്വസിക്കാതിരിക്കലാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാതിരിക്കട്ടെ. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വകവെച്ച് നൽകുന്ന, മനുഷ്യന് വകവെച്ച് നൽകുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നതെന്ന്, ഇനിയിപ്പോ നാളെ നിങ്ങൾ കൊടിയുയർത്തുമ്പോൾ അത് ഉന്നതാധികാരമാണെങ്കിലും ശരി, താഴെ നിങ്ങളെ സ്കൂൾ മുറ്റത്താണെങ്കിലും ക്ലബിന്റെ മുറ്റത്താണെങ്കിലും വന്ദേമാതരം ചൊല്ലിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രതിയാണ്. നിങ്ങൾക്കെതിരെ കുറ്റം രേഖപ്പെടുത്താന്ന്, FIR രേഖപ്പെടുത്താന്ന്. ജനഗണന കേൾക്കുമ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിലും സെവൻസ് അഗ്രന്ഥ ഗ്രൗണ്ടിലും ജനഗണന കേൾക്കുമ്പോൾ എഴുന്നേറ്റിക്കണം. ഇനി എഴുന്നേറ്റിട്ടില്ലെങ്കിൽ വന്ദേമാതരം ചെല്ലുന്നിടത്ത് നിങ്ങൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ്? യഥാർത്ഥത്തിൽ അതിന്റെ ചരിത്രം ഉണ്ട്, അത് വേറെ നമ്മൾ പഠിക്കേണ്ടത്. എന്തുകൊണ്ടാണിത്? നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏത് മതവും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള എല്ലാ അവകാശമുള്ള ഒന്നാണ്. ഇവിടെയാണ് നിങ്ങൾ ഇത് ചെയ്യണം. ഇത് ശരിക്ക് നമുക്കറിയാം, ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന ലേഖനത്തിൽ ചേർത്ത് വെക്കപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ വന്ദേമാതരം എന്ന് പറയുന്ന ഈ ഗീതം എന്ന് പറയുന്നത്. ഇതിൽ ശിർക്കിന്റെ അംശങ്ങളുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് അങ്ങനെയാണല്ലോ, അള്ളാഹു അല്ലാതെ വേറൊരു
പരമാധികാരിയില്ല. ഞാൻ സമർപ്പിക്കേണ്ടതും വാഴ്ത്തേണ്ടതും അള്ളാഹുവിന്റെ സത്തയും ഗുണങ്ങളിലുമാണ് ഞാൻ ജീവിക്കേണ്ടത്. ഇതിനൊക്കെ ഇല്ലാതാക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ വന്ദേമാതരം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല, രാജ്യത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തന്നെ യഥാർത്ഥത്തിൽ വന്ദേമാതരം ചെല്ലുന്നിടത്ത് അല്പം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതുണ്ട്. ഈ രാജ്യമാണ് നാളെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. അതേസമയം നമ്മൾ ഉയർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്, നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നിടത്ത്, നിങ്ങളെ ഏതെങ്കിലും കാര്യത്തെ വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ അറസ്റ്റായി, നിങ്ങൾക്കെതിരെ UAPA ചുമത്തലായി, നിങ്ങൾക്കെതിരെ ഇവിടുത്തെ ഭീകരതക്കെതിരെ ഭരണകൂടത്തിനെതിരെ സംസാരിച്ച ഭീകരരായി, തീവ്രവാദികളായി, ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട അധികാരികൾക്കെതിരെ സംസാരിച്ചവരെ. അപ്പൊ വിയോജിപ്പുകൾക്ക് പോലും എല്ലാം അവരുടെ അവകാശങ്ങൾ പോലും ഹനിക്കപ്പെടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യമില്ലേ, മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. ഇത് സൂറത്തു നിസായിലെ മക്കയിൽ അവതീർണമായ സൂക്തം മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. സൂറത്തു നിസായി 75-ാമത്തെ സൂക്തം. നിങ്ങൾക്ക് എന്ത് പറ്റി? മാലക്കും ലാ തുഖാതിലൂന ഫീ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മം നിർവഹിക്കുന്നിടത്ത്, നീതിയുടെ പക്ഷത്ത്, സത്യത്തിന്റെ പക്ഷത്ത്, ധർമ്മത്തിന്റെ പക്ഷത്ത്, മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, നിങ്ങൾ ധർമ്മത്തിന്റെ പക്ഷത്ത് നിങ്ങൾ നിലയുറപ്പിക്കാത്തതെന്ത്? അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടാത്തത്. വൽ മുസ്തദഅഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ഈ രാജ്യത്ത്, ദുർബലരായ മനുഷ്യരുണ്ടല്ലോ ഈ രാജ്യത്ത്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ടല്ലോ, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ട് എന്താ നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്ത്, നീതിയുടെ പക്ഷത്ത് നിങ്ങൾ നിലയുറപ്പിക്കാത്തത് എന്ന ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സന്ദേശം ഉണ്ടല്ലോ, മനുഷ്യരോട് എങ്ങനെയാണ് റസൂൽ പെരുമാറിയത്. നിങ്ങൾ പറഞ്ഞില്ലേ, ഒരിക്കൽ വന്നിട്ട് പറഞ്ഞില്ലേ, എന്നെ കറുത്തവന്റെ മകൻ എന്ന് വിളിച്ചു. ഇബ്നു സൗദ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവന്റെ മകൻ എന്ന് വിളിച്ചു. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് കേസ് വന്നിട്ട് ചോദിച്ചു, ഇപ്പോഴും നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഈ വംശീയതയുടെ, ഈ ജാഹിലിയ്യത്തിന്റെ, ഈ വംശബോധത്തിന്റെ മനസ്സിപ്പോഴും ഉണ്ടോ? ഇതാണല്ലോ അടിമ. അപ്പം ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇസ്ലാമിന്റെ ഏത് കാര്യങ്ങളും, കഴിഞ്ഞ ഖുതുബയിൽ ഞാനത് സൂചിപ്പിച്ചു, ഏത് കാര്യങ്ങൾക്കും ഇസ്ലാം വെക്കുന്ന ഒരു പ്രായശ്ചിത്തം എന്താ? ആ പ്രായശ്ചിത്തം അസാധ്യമാകുമെങ്കിൽ നിങ്ങൾ അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോരാടുക. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് അറിയാൻ പറ്റും. ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. എവിടുന്നാണ് മക്കയിൽ എത്തുന്നത്? എത്യോപ്യക്കാരൻ, ഉണ്ടക്കണ്ണ്, ജടപിടിച്ച മുടി, മനുഷ്യര് കണ്ടാൽ തന്നെ ഉണ്ടാവുമല്ലോ, ചില ആളുകളെ കണ്ടാൽ നമുക്ക് ഇങ്ങനെ പറയുന്നു, അങ്ങനെ രൂപങ്ങൾ കൊണ്ടുമൊക്കെ വികൃതം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വികൃതം. അങ്ങനെ ഉമയ്യത്തിന്റെ ആലയിൽ ആടുമാടുകളോടൊപ്പം ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് അവസാനം മോചിപ്പിച്ചു. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ്, ഇന്ന പൈസ തരാം. ഉമയ്യത്ത് പറഞ്ഞ് കൊണ്ടുപോകരുതെന്ന് വിചാരിച്ചിട്ട് കൂട്ടി പറഞ്ഞു, എത്രയാണോ താങ്കൾക്ക് വേണ്ടത്. അപ്പൊ നമ്മളെ നാട്ടിൽ നമ്മളെ ഭാഷ പറയും, ഈ ചാവാരപ്പെട്ടിനെയാണ് ഈ കൊണ്ടുപോകണേ, ഇങ്ങനെ മനുഷ്യനെയാണ് നീ കൊണ്ടുപോകണ്ടേ. എനിക്ക് അള്ളാഹ് ഇവരെ മോചിപ്പിക്കുന്നതോടുകൂടി സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതോടൊത്ത് അള്ളാഹ് എനിക്ക് നൽകുന്നത് അംഗീകാരട്ടെ. അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടും ഉമയ്യത്തിന്റെ ആലയിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത, സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത, ഫ്രീഡം നേടിക്കൊടുത്ത, മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച, സമത്വത്തിന് വേണ്ടി സംസാരിച്ച, നമ്മൾ പറയുന്ന ഇക്വാലിറ്റിക്കും ഫ്രട്ടേണിറ്റിക്കും, അതുപോലെ തന്നെ മനുഷ്യന്റെ സമത്വത്തിനും അതില് ജസ്റ്റിസിനും വേണ്ടി പ്രവർത്തിച്ച ഒരു പാരമ്പര്യം ഇസ്ലാമിനുണ്ട്. അത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, പണിയെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞല്ലോ, നിങ്ങളുടെ ചുമലിൽ വരിഞ്ഞു മുറുക്കിക്കെട്ടിരിക്കുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങളുടെ മുതുകിനെ വരിഞ്ഞു മുറുക്കിക്കെട്ടിരിക്കുന്ന ഭാരങ്ങളിൽ നിന്ന്, ഇവിടുത്തെ എല്ലാ അധിനിവേശ ശക്തികളിൽ നിന്ന്, നിങ്ങളെ മുഴുവൻ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണകൂട ഭീകരതയിൽ നിന്ന് എന്താണ് നിങ്ങൾക്കുള്ളത്? ഇവിടുത്തെ കാടൻ നിയമങ്ങൾ, ദുർബലരായ മനുഷ്യർ, ഒരിക്കലും ഒരു കുറ്റം ചെയ്യാത്ത കൊണ്ടിരിക്കുന്ന മനുഷ്യർ, നിരാലംബരായ മനുഷ്യർ,
അവർ തീവ്രവാദികളാണെന്നും ഭീകരവാദികളാണെന്നും പറഞ്ഞ് UAPA ചുമത്തി ടാറ്റാപ്പോടെ ചുമത്തി അവരെ മുഴുവൻ തടവറയിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിക്ക് മുമ്പിൽ അവർക്ക് ആ ചങ്ങലക്കെട്ടുകളിൽ നിന്ന്, അവരുടെ മുതുകിനെ വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങളിൽ നിന്ന് നിങ്ങൾ അവർക്ക് മോചനം നേടിക്കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചത്. സൂറത്തുൽ അഅറാഫ് 157-ാമത്തെ സൂക്തത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് പ്രവാചകന്മാരുടെ ദൗത്യം അംറുൻ ബിൽ മഅറൂഫ് നഹ്യൻ അനിൽ മുൻകർ വയളഅൻഹും ഇസ്റഹും വൽ അഗ്ലാൽ ലത്തി കാനത് അലൈഹിം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഓർത്തുന്നു. വഅസ്സറൂഹു, നിങ്ങൾ ആ പ്രവാചകന്മാരുടെ ദൗത്യത്തിൽ അവരെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. ഒരു പ്രവാചകൻ ഇനി വരാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പ്രവാചകത്തിന്റെ സന്ദേശത്തിന് പ്രസക്തിയുള്ള ഒരു ഘട്ടത്തിൽ നമ്മുടെ നാടും നഗരവും ചുറ്റുപാടും അന്തരീക്ഷവും രാജ്യവും ഒക്കെ ഈ പ്രവാചകന്റെ സന്ദേശത്തിന് പ്രസക്തി ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കണം, ആ പ്രവാചകനെ നിങ്ങൾ ശക്തിപ്പെടുത്തണം എന്ന് മാത്രം. പ്രവാചകന്മാരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു പ്രകാശമുണ്ടല്ലോ, ഈ വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് ഭൂമിയിൽ അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിന് പ്രചാരണം നൽകിക്കൊണ്ട്, ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യം ജന്മാവകാശമാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ദർശനം ഈ ഭൂമിയിൽ ഇപ്പോഴും പ്രസക്തിയോടുകൂടി ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നു. അതുകൊണ്ട് കാര്യങ്ങളെ വളരെ വ്യക്തതയോട് കൂടിയിട്ട് മനസ്സിലാക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായി ഓർക്കണം, മദ്ഹുകൾ, പ്രവാചകന്റെ മദ്ഹുകൾ പറയണം. അതേസമയം തന്നെ കേവലം ഇങ്ങനെ പള്ളിയുടെ ഒരു പ്രവാചകനായിട്ടല്ല, പൊതുരംഗത്ത് അങ്ങാടികളിൽ പ്രവാചകനെതിരെ ഉന്നയിച്ച ഏറ്റവും വലിയ പ്രവാചകനുള്ള വിമർശനം എന്തായിരുന്നു? എന്ത് പ്രവചിച്ചനാണോ ഈ അന്നെ കാണുന്നത് ആൾക്കാരുടെ കൂട്ടത്തിലാണല്ലോ, ഈ എന്താ ഞങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരനാണല്ലോ, ഭക്ഷണം കഴിക്കുന്നവനാണല്ലോ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തെരുവിലുള്ള പ്രവാചകൻ, പള്ളിയിലുള്ള പ്രവാചകൻ മാത്രമല്ല, മനുഷ്യരുടെ പക്ഷത്ത് നിലനിർപ്പിക്കുന്ന പ്രവാചകൻ. പ്രവാചകൻ ഒരു കാര്യം പ്രസ്താവിച്ചു, വഞ്ചിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ഇത് പള്ളി മിമ്പറിൽ നിന്ന് പ്രവാചകൻ പ്രസ്താവിച്ചതല്ല, മദ്രസ എന്ന് കുട്ടികളെ പഠിപ്പിച്ചതല്ല, ഏതോ പള്ളിയിലെ മഗ്‌രിബിന് ശേഷമുള്ള നസീഹത്തിന് പറഞ്ഞതല്ല. ഇത് പ്രവാചകൻ പറഞ്ഞത് എവിടുന്നാണെന്നറിയോ? അസർസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ മദീനയുടെ ചന്തയിലേക്ക് ഇറങ്ങി, മാർക്കറ്റ് കറങ്ങിയാണ്ട് പ്രവാചകൻ വടിയെടുത്തുകൊണ്ട് ചാക്കിലിട്ടപ്പണ്ട് ചാക്കിന്റെ മുകൾ ഭാഗത്ത് നല്ല ഉണങ്ങിയ ഈ ഗോതമ്പുകൾ, താഴെ നിന്ന് വടി പൊക്കിയെടുത്തപ്പണ്ട് വടിയുടെ അറ്റത്ത് തുമ്പിലുണ്ട് കുറച്ച് നനവ്. പ്രവാചകൻ ഗോതമ്പിന്റെ ചാക്ക് മാറ്റി വെക്കുമ്പോ കനം തൂങ്ങാൻ വേണ്ടിയിട്ടുണ്ട് ചാക്കിന് വെള്ളം നിറച്ചിരിക്കണം. അപ്പൊ താഴെ നല്ല നനവുള്ള ഗോതമ്പ്, മുകളില് നല്ല ഉണങ്ങിയ ഗോതമ്പ്. തൂക്കി നോക്കുമ്പോൾ ചാക്കിന് കനം കൂടും, ആളുകളെ പറ്റിക്കും. ഇത് കണ്ടിട്ട് ആ പ്രവാചകൻ മാർക്കറ്റ് എന്ന് പ്രഖ്യാപിച്ചത് വഞ്ചിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. മക്കം ഫതഹിന്റെ സമയത്തും അവസാനത്തെ ഹജ്ജിന്റെ സമയത്തും റസൂലിന്റെ പ്രഖ്യാപനമുണ്ട്, നിങ്ങൾക്ക് അറബിയോ അനർബിയോ എന്ന വ്യത്യാസമല്ല, നിങ്ങളെല്ലാവരും തുല്യർ, വെളുത്തവനോ കറുത്തവനോ എന്ന വ്യത്യാസമല്ല, എല്ലാവരും തുല്യർ. ഇതാണല്ലോ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ അങ്ങനെ പാരമ്പര്യമുള്ള ഒരു കൂട്ടരാണ് യഥാർത്ഥത്തിൽ ഉമ്മത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിനനുസരിച്ചുകൊണ്ട് ഭൂമിയിലും പ്രവാചകനില്ലാത്ത കാലത്ത് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തെ അതിമനോഹരമായിട്ട് ഈ കാലത്തിനനുസരിച്ച് കൊണ്ട് എത്തിക്കുക. ഈ പ്രകാശത്തെ പിന്തുടരുക, അതിനെ സഹായിക്കുക, ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ദൗത്യം കൂടി നമുക്ക് നിർവഹിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹാശിസുകളും വർഷിക്കുന്ന, റബ്ബിനെ ഇഷ്ടപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരി അജ്മഈൻ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി പടച്ച റബ്ബിനെ ഓർത്ത് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും സ്വർഗവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നന്മകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പടച്ച റബ്ബ് നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല അമലുകളും, സൽക്കർമ്മങ്ങളും, അമൽ സ്വാലിഹാത്തുകളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതിനൊക്കെ ധാരാളം പ്രതിഫലം നൽകി പടച്ച റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അള്ളാഹു സ്വർഗത്തിന്റെ ഉന്നത പദവി നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ പിശാചിന്റെ ഷെറിൽ നിന്ന്, പൈശാചികമായ വൃത്തികേടുകളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. മുന്നിലും ബാക്കിലും ഇരുവശങ്ങളിലുമൊക്കെ പൈശാചികമായ പ്രേരണകൾ, ഭൗതികമായ ആസക്തികൾ അള്ളാഹു ഞങ്ങളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. അള്ളാഹുവെ, കരുത്തുറ്റൊരു ഈമാനിന്റെ ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. ഏത് പ്രതിസന്ധിക്ക് മുന്നിലും പതറാത്തൊരു ഈമാന് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. നേർവഴി ഞങ്ങളെ വഴി നടത്തണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ നേർവഴിയിലാക്കണേ നാഥ. അള്ളാഹുവെ, കുടുംബത്തിൽ, ഉമ്മയിൽ, ഉപ്പയിൽ, ഭാര്യയിൽ, ഭർത്താവിൽ, മക്കളിൽ, ജ്യേഷ്ഠാനുജന്മാരിൽ, കുടുംബ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു സന്തോഷം നൽകണേ തമ്പുരാനെ. ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ റിസ്ഖിൽ ഞങ്ങൾക്ക് നീ അഭിവൃദ്ധി ഉണ്ടാക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഞങ്ങളുടെ വീട്, വാഹനം, ഞങ്ങളുടെ വസ്ത്രം, ഞങ്ങളുടെ സമ്പാദ്യം, ഞങ്ങളുടെ റിസ്ഖ്, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങളുടെ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ഹലാലിന്റെ വഴിയിൽ ഞങ്ങളെ വഴി നടത്തണേ തമ്പുരാനെ. സമ്പാദ്യത്തിൽ നിന്ന് ഹറാമിന്റെ അംശം കടന്നുകൂടുന്നതിൽ ശ്രദ്ധ പുലർത്താൻ, ജാഗ്രത പുലർത്താൻ ഞങ്ങൾക്ക് ഈമാന് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, നമ്മുടെ ഉപ്പ ഉമ്മമാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ. അള്ളാഹു അവർക്ക് നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളിലും ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ ചുറ്റുപാടിലുമൊക്കെ രോഗങ്ങൾ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. മാരകമായ രോഗങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ. അള്ളാഹുവെ, അവരെല്ലാവരേക്കും നീ ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ദീർഘായുസ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. കഴിഞ്ഞ ഒരാഴ്ചൻ്റെ ഇടയിൽ ഒരുപാട് വാർത്തകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ഹൃദയസ്തംഭനം നടക്കുന്ന മരണങ്ങൾ. അടുത്ത ആഴ്ച ആരൊക്കെ ഉണ്ടാവുക നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. വലിയ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹു, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഉപ്പണ്ട്, ഉമ്മണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, ഖബറിടത്തിലാണ്. അള്ളാഹുടെ ഖബറിടനെ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ, അവരോടൊപ്പം ഒരു സ്വർഗീയ ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരന്മാർ, സഹോദരികൾ, അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണേ തമ്പുരാനെ. മുസ്ലിം നേതാക്കന്മാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും നീ നല്ല ശിക്ഷണം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم اجرنا من النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. اقم الصلاه.